കണ്ണൂരിൽ റോഡ് തടഞ്ഞ് സമരപ്പന്തൽ കെട്ടിയതും ഹൈക്കോടതിയിൽ നിയമ പോരാട്ടത്തിലേക്ക്. CPM നേതാക്കൾക്കെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തി സമരം നടന്നത്. ഹർത്താൽ നടത്തി. വയനാട്ടുകാർ ഇപ്പോൾ ഡൽഹിയിലാണ് സമരം നടത്തുന്നത്. നമുക്ക് 2000 കോടി രൂപയുടെ സഹായം നൽകണമെന്ന് ജനാധിപത്യത്തെയോ പൗരസ്വാതന്ത്ര്യത്തെയോ വഴിനടക്കാനുള്ള അവകാശത്തെയോ നിഷേധിക്കുന്നതല്ല. പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തിൽ ഏറ്റവും പ്രധാനമാണ് ജീവിക്കാനുള്ള സമരം. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. എനിക്കൊരു നോട്ടീസ് പോലീസ് നൽകിയിട്ടുണ്ടായി. പോലീസിനെ കൊണ്ട് അത് ചെയ്യിച്ചത് കോടതിയാണെന്നറിയാം. ഫെബ്രുവരി 25-നാണ് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാരിനെതിരെ CPM ഉപരോധം സംഘടിപ്പിച്ചത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെ റോഡിലാണ് ഇരുവശത്തും കസേരകൾ ഇട്ട് ഉപരോധത്തിന് എത്തിയവർ ഇരുന്നിരുന്നത്. റോഡിൽ തന്നെ പന്തലും ഇട്ടിരുന്നു. കാർഗിൽ യുദ്ധസ്മാരകം മുതൽ ജില്ലാ ബാങ്ക് പരിസരം വരെയാണ് പ്രവർത്തകർ നിരന്നത്. ഇതുവഴി റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. സമരം മുൻകൂട്ടി പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ റോഡിൽ പന്തലിടുന്നതിന് അനുമതിയുണ്ടായിരുന്നില്ല. പന്തൽ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന് ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിരുന്നു. 10,000-ലധികം പേരാണ് സമരത്തിന് എത്തിയിരുന്നത്. റോഡ് ഒഴിവാക്കി സമരം നടത്തുക പ്രായോഗികമല്ലെന്ന് CPM നേതൃത്വം നിലപാടെടുത്തു. നോട്ടീസ് കൊടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് കോടതിയാണെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല, യാത്രാമാർഗങ്ങൾ വേറെയുണ്ടെന്നും MV ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സമരത്തിനെതിരെ കോടതിയലക്ഷ്യ ഹർജി എത്തിയത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ തുടങ്ങിയവരെ എതിർകക്ഷികളാക്കി മരട് സ്വദേശി N പ്രകാശാണ് ഹർജി നൽകിയത്. ജസ്റ്റിസ് അനിൽ K സുരേന്ദ്രൻ അധ്യക്ഷനായ പ്രത്യേക ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. അടുത്ത ദിവസം തന്നെ ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.